സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 3 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 5-ഉം നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്ന നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. നാടിന്റെ ഉള്ളുലച്ച ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സ്മരണയിൽ മലയാളികൾ. അവർ ഉറങ്ങുന്ന മണ്ണിൽ പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ബന്ധുക്കളും നാട്ടുകാരും. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ബെയിലി പാലത്തിന് സമീപം പുഷ്പാർച്ചന നടത്തി അധ്യാപകർ. ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ കരക്കെടുത്ത നടുക്കം മാറാതെ നിലമ്പൂരുകാർ. PM ശ്രീയിൽ നിന്ന് പിന്മാറാനാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഈ അവസ്ഥയാക്കിയത് കഴിഞ്ഞ LDF സർക്കാർ. ഉപസമിതിയിൽ പല അഭിപ്രായവും ഉണ്ടാകും. വി ശിവൻകുട്ടി തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും N ഷംസുദ്ദീൻ. വഖഫിലെ പ്രശ്നങ്ങൾക്ക് കാരണവും LDF സർക്കാരെന്ന് മന്ത്രി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ ഗുരുതര നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരന് സുപ്രധാന പദവികൾ നൽകിയതെന്തിന്? അഴിമതിക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് നിയമിച്ചതെന്നും കോടതി. 4 ആഴ്ചയ്ക്കകം സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകണം. പുനർജനി പദ്ധതിയിൽ VD സതീഷിന് ആഭ്യന്തര വകുപ്പിന്റെ ക്ലീൻ ചിറ്റ്. വിദേശ ഫണ്ട് സമാഹരണത്തിന് തെളിവില്ല. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചെന്നും ആഭ്യന്തരമന്ത്രി. ക്രമക്കേടിന് തെളിവുണ്ടെന്ന CPM. വീഡിയോ പുറത്തുവിട്ട MV ഗോവിന്ദൻ. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ, മറുവശത്ത് ഇൻസ്റ്റമാർട്ടിൽ കഞ്ചാവടക്കം പൊതിഞ്ഞു വലിക്കാനുള്ള പേപ്പറുകൾ സുലഭം. കാണാതെ പോയ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ News 18. ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോൺ വാങ്ങുന്നതേറെയും സ്കൂൾ കുട്ടികൾ. News 18 അന്വേഷണം. കൊല്ലപ്പെട്ടിട്ട് 6 വർഷമായിട്ടും മാധ്യമപ്രവർത്തകൻ KM ബഷീറിന് നീതി നൽകാതെ സർക്കാർ. വീണ്ടും കേസ് അട്ടിമറിക്കാൻ ശ്രമം. വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രോസിക്യൂട്ടറെ മാറ്റുന്നതിൽ ആശങ്ക. ഓഗസ്റ്റ് 3-ന് ബഷീർ കൊല്ലപ്പെട്ടിട്ട് 6 വർഷം. പാർലമെന്റ് ഇന്നും ബഹളത്തിൽ മുങ്ങി. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ നിർത്തിവെച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച. ജോൺ ബ്രിട്ടാസ് പോലീസിനെ തടഞ്ഞതിന് പിന്നാലെ SFI നേതാവ് ഐഷി ഘോഷിനെതിരായിട്ടുള്ള വാറണ്ട് റദ്ദാക്കി കോടതി. പഴയ സമൻസ് ലംഘിച്ചതിന് 1000 രൂപ പിഴ ശിക്ഷ. പാക് അധിനിവേശ കശ്മീരിലും ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷം. സൈന്യത്തിനും ഭരണകൂടത്തിനുമെതിരെ ജനം തെരുവിൽ. പാക് അധിനിവേശ കശ്മീരിൽ ഒരാഴ്ചക്കിടെ 20ഓളം മരണം. ആസാദ് കശ്മീർ മുദ്രാവാക്യം മുഴക്കി ജനങ്ങൾ. ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആവശ്യം. പ്രക്ഷോഭകർ ഇന്ത്യയെപ്പോലെ ശത്രുക്കളെന്ന് പാക് പ്രതിരോധ മന്ത്രി. അടങ്ങാതെ അമേരിക്ക. ഗൾഫിലെ US കേന്ദ്രങ്ങളിലേക്കുള്ള ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി. ഖേഷം ദ്വീപിൽ 3 പേർ മരിച്ചു. പലയിടത്തും ഉഗ്രസ്ഫോടനങ്ങൾ. ഇനി അമേരിക്കയുടെ ഊഴമെന്ന് ഡൊണാൾഡ് ട്രംപ്. കിട്ടിയിട്ടും പഠിക്കാതെ ഇറാൻ. ഇന്നും ജോർദാനിലേക്ക് മിസൈൽ ആക്രമണം. ഹോർമുസിൽ ഒമാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഇറാൻ തള്ളി. I feel the timing is right for me to move on and announce my retirement from international cricket and all formats. Thank you for your love, your faith and your support. Cap number 278 signing off. പിച്ചിനോട് വിട പറഞ്ഞ അജിങ്ക്യ രഹാനെ ക്രിക്കറ്റിൽ നിന്ന് സമ്പൂർണ്ണ വിരമിക്കൽ പ്രഖ്യാപിച്ചു. Cap 278 സൈനിങ് ഓഫ് എന്ന വൈകാരിക അടിക്കുറിപ്പോടെ വിരമിക്കൽ വീഡിയോ പുറത്ത്. വിരാമമാകുന്നത് 17 വർഷത്തെ ക്രിക്കറ്റ് ജീവിതത്തിന്.